നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കളരിപ്പയറ്റുമായി എന്നല്ല, ഏതൊരു ആയോധനകലയും ബന്ധപ്പെട്ട് വരുമ്പോഴും നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ അല്ലി കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെയാണ്. എന്നാൽ അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുത്തൊരു ജ്യൂസാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണവും വേറെയാണ്. അപ്പോൾ ഇതിൽ ഈ സത്തെന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ, ഈ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആയുധത്തിൻ്റെ ആ മൂർച്ച കൂട്ടുന്ന, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ യോഗയിലൊക്കെ ഭസ്ത്രിക എന്ന് പറഞ്ഞ കർമ്മമുണ്ട്. ഭസ്ത്രിക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഭസ്ത്രിക. ഈ ഭസ്ത്രിക എന്ന് പറയുന്ന കർമ്മം ഉണ്ടാവുന്നത് ശരിക്കും നമ്മൾ കൊല്ലന്മാരുടെ ആലയിൽ ഉള്ള ഒരു സംഗതിയില്ല. നമ്മളിങ്ങനെ ആലയിൽ പിടിച്ച് താക്കുമ്പോഴത്തേക്ക് പഴയ കാലത്ത് അത് ശരിക്കും ഈ ഇതൊക്കെ കൊണ്ടാണ്, നമ്മുടെ ലെതറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പുറകുവശം ചെയ്യണത്. അപ്പോൾ ഉല എന്ന് പറയും. അപ്പോൾ ആ ഉലമൂക്കിലൂടെയാണ് ശരിക്കും ബ്രീത്ത് വെളിയിലോട്ട് വരുന്നത്. ആ വെളിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് മേളിലൊരു ചെറിയ കമ്പ് വെച്ചിട്ടുണ്ടാവും. ആ കമ്പിൽ പിടിച്ചിങ്ങനെ താക്കുന്ന സമയത്താണ് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യണത്. ആ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇവർ ഈ ഭസ്ത്രിക എന്ന് പറഞ്ഞ കർമ്മം ചെയ്യണത്. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിഫിക്കൽട്ടീസിൽ എല്ലാത്തിനും ഈ ഭസ്ത്രിക നല്ലതാണ്. ഇപ്പോൾ ആസ്മ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ക്യൂറായ ഒരു സംവിധാനമാണിത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളരിയിൽ ഇപ്പോൾ ഒരു ചൂറിലെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ചൂറിലൊന്ന് പോയി കാണുന്നതല്ലാണ്. നിറച്ച് മുള്ളുമായി നിൽക്കുന്ന ചൂറിനകത്തു നിന്നാണ് നമ്മളതിനെ കട്ട് ചെയ്ത് കവറിനകത്തുനിന്ന് വെളിയിലെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് അത്രയും കട്ടിയാക്കി എടുക്കുന്നത്, നല്ലതാക്കി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ചൂരിൽ, ഇപ്പം നമ്മൾ ചൂരിലല്ലാതെ ഒരു വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്തെ അസ്ഥി വരെ ഒടിയാൻ ചാൻസ് ഉണ്ട്. ചൂരിലടിച്ചാലും ഒടിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ അപകടം കുറയ്ക്കാൻ ചെറിയ ചതവുകളൊക്കെ വരുള്ളൂ. അഥവാ ഒരടി കൊണ്ടാലും, ആഞ്ഞുള്ള അടികളല്ല, ചെറിയ അടികൾ കൊണ്ടാലും. അപ്പോൾ പ്രാക്ടീസിന് അതുകൊണ്ടാണ് ചൂരലുകൾ നമ്മളത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ആയുധത്തിൽ, ഇപ്പോൾ ഒരു വാള് അല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടാക്കുമ്പോൾ ആ കത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് 2 വശങ്ങളുണ്ട്. ഒരു കൊല്ലൻ്റെ ആലയിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവരതിനെ അടിച്ച് പരത്തുന്ന രീതികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കോടൊക്കെ ഒരു ചെറിയ പാത്തി പോലൊക്കെ ഉണ്ടാവും. അത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന രീതികൾ, ഗ്രൈൻഡ് ചെയ്യുന്ന മെത്തേഡുകൾ, അതിൽ ഏറ്റവും പ്രധാനം അവരോട് ചോദിച്ചാൽ മതി. ഇത് തോയിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. തോയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുണ്ടാക്കിയതിന് ശേഷം വെള്ളത്തിൽ മുക്കുന്നത് നിങ്ങൾ കണ്ടാവും. അതിൻ്റെ പേരാണ് തോയിക്കുക. പണ്ട് ചില മരുന്നുകൾ കൂട്ടിയിട്ട് കറുത്ത കോഴിയുടെ ചോരക്കകത്ത് ഈ മരുന്നുകൾ മുക്കിയിട്ട് ഈ തോയിക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെയുള്ള മൂർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കാര്യമുള്ളത്. ആ കത്തി കൊണ്ട് പോകുമ്പോൾ നമുക്ക് പരാജയം ഉണ്ടാവില്ല, വിജയം ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോയിക്കുന്ന കത്തി 41 ദിവസത്തിനകത്ത് ആരുടെയെങ്കിലും ദേഹം കൊണ്ട് മുറിഞ്ഞിരിക്കുമെന്നൊക്കെയുണ്ട്. ഇതൊരു ഭയങ്കര അത്ഭുതമായ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഡീപ്പായുള്ള കുറച്ച് കാര്യങ്ങൾ കളരിപ്പയറ്റിലുണ്ട്, തോയിക്കുന്ന വിധം. പിന്നെ ഇതിൻ്റെ കത്തിയുടെ അതിൻ്റെ തണ്ടുണ്ടല്ലോ, അതായത് കത്തിയുടെ നാമ്പെന്ന് പറയും. കത്തി ഉറപ്പിക്കുന്നത് ആ ഒരു നാമ്പിലാണ്. ആ കത്തിപ്പിടി കയറ്റിയിടുക കഴിയുമ്പോൾ അതിൻ്റെ നാമ്പ് ഇങ്ങേ അറ്റത്ത് വരെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം വെച്ചാൽ കത്തിപ്പിടി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഊരാതിരിക്കണമെങ്കിൽ അതിൻ്റെ നാമ്പ് എന്ത് വേണം, ഇങ്ങേ അറ്റം വരെ നമുക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ മതി. അഥവാ നമ്മൾ ഒന്ന് കത്തിയെടുത്ത് കുത്തുന്നു, ചിലരുണ്ടല്ലോ അരക്ക് വെച്ച് ഉറപ്പിച്ച് വയ്ക്കുക, നമ്മൾ ഈ പിച്ചാത്തിയൊക്കെ ഉറപ്പിക്കുന്നത്. അങ്ങനെ അരക്ക് വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആയുധത്തിൽ അരക്ക് വെച്ച് ഉറപ്പിക്കുകയല്ല വേണ്ടത്, കത്തിയുടെ പിടിയിൽ അങ്ങേ അറ്റം വരെ വരണം. അങ്ങനെയുള്ള ആയുധങ്ങളായിരിക്കും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരിക. പല കഥകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശരിയായ ആണിക്ക് പകരം എന്ന് പറഞ്ഞാൽ അലകിൻ്റെ ആണി വെച്ചിട്ട് വിട്ട കഥകളൊക്കെ, ദയനീയ പരാജയമായി പോയ യുദ്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള കഥകളാണ്. അപ്പോൾ നമ്മൾ ആയുധം ഉപയോഗിക്കുമ്പോൾ ഗുരുക്കന്മാരായാലും സ്റ്റുഡൻ്റ് ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒന്ന് തിരക്കി അതിൻ്റെ എസെൻസ് പിഴിഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കതിൽ കുറച്ചേറെ കാര്യം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൊല്ലൻ്റെ ആല അവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കാണുക. പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് നോക്കുക. ഇതൊക്കെ ഒന്ന് ആട്ടാനും പിടിക്കാനും ഒക്കെ ഒന്ന് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അയാളുടെ ഒരു ശേഷിയും ശേമുഷിയും ഉപയോഗിച്ചാണ് അയാൾ അത് ഉണ്ടാക്കി പവിത്രമായിട്ട് നമുക്ക് തരുന്നത്. അത് നമ്മൾ ഭക്തിയോടുകൂടി കൊണ്ടുവന്ന് കളരിയിൽ വെച്ച് പൂജിച്ച് ഇത്രയും പേരുടെ, ഇപ്പോൾ ആ ഇരുമ്പയിര് അകത്തുനിന്ന് കടന്ന് എടുത്ത് പണിതൊക്കെ വരുന്നതാണ് ആയുധങ്ങൾ. അപ്പോൾ ഈ ആയുധങ്ങളുടെ ഉറപ്പിൽ ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമോ. അപ്പോൾ നമ്മൾ യുദ്ധത്തിനൊന്നും പോകുന്നില്ല, എങ്കിലും അതിൻ്റെ ആ ക്വാളിറ്റി ചോരാതെ നമുക്ക് അടുത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി, ഉണ്ടാക്കുന്ന വിധങ്ങൾ, ഖഡ്ഗശാസ്ത്രം തുടങ്ങിയ പുസ്തകങ്ങൾ തുടങ്ങിയ 1000 കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്ന ആൾക്ക് ഒരുപാട് ഉപകാരമാവും, സന്തോഷമാവും. അതൊരു പാഷനായി മാറാനുള്ള സാധ്യതയില്ലേ. ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നേരെ രീതിയിലേക്ക്. ഇതിപ്പോൾ ഒരു കത്തിയാണ്. പഴയ കാലത്ത് നമ്മുടെ ആദിവാസികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കത്തിയാണ്. ഓക്കെ, ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് ശരിക്കും ഇവിടെ കണ്ടോ, ഇവിടെ ഇവർ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്.
ഇത് തടിയാണ്, ഇതിനകത്തേക്ക് കയറ്റിയിട്ട് അരക്കിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പോകത്തൊന്നുമില്ല, എന്നാലും ഇതത്ര സേഫ് ആയിരിക്കില്ല. കാരണം ഈ കത്തിയുടെ ഉപയോഗം എന്ന് പറയുന്നത് വേറെ രീതിയിൽ, നമ്മൾ കത്തി ഇങ്ങനെ പിടിച്ചാൽ കാണത്തില്ല, കണ്ട കൈക്കകത്ത് കാണത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ കെട്ടി നിന്നാൽ അറിയത്തില്ല, വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ കത്തി പിടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു നന്നായിട്ട് ഉറപ്പിക്കാൻ അറിയാവുന്നൊരു കുറവാണ്. ചിലർ കത്തി ഉറപ്പിച്ചാൽ ജീവിതകാലത്തല്ല, ആ ഒരു 2-3 തലമുറ കഴിഞ്ഞാൽ പോലും പോവില്ല. കാരണം അങ്ങനെയുള്ള അരക്കുകളാണ് അവർ ഉപയോഗിക്കുക. എന്നാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇതാണ്, നമ്മൾ ഗൂർഖ കത്തി എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടുന്ന് തുടങ്ങുന്ന ഇതിൻ്റെ തുമ്പ് ഇതാ ഇവിടെ വരും, ഈ ബാക്ക് സൈഡിൽ വരെ വന്ന് ഇത് നിൽക്കും, കണ്ടോ, ക്രോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഊരിപ്പോരില്ല. ഈ ഭാഗം അവർ കൊമ്പ് കൊണ്ട് ഭംഗിയാക്കിയിട്ട് 2 വശത്തു നിന്ന് ഇങ്ങനെ ചേർത്തിരിക്കുകയാണ്. ഈ ചേർപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അത്രമാത്രം ഭംഗിയായിട്ടായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടുത്തത്തിൽ നോക്കിയേ, ഈ കത്തിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഊരി പോകാതിരിക്കാൻ ഇവിടെ വീതി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ കത്തി പിടിച്ച് മേടിക്കാൻ നോക്കിയാൽ നടക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഭാഗത്തിന് വീതി കൂടുതലിട്ടിരിക്കുന്നത്, വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ വണ്ണം കുറവാണ്, അപ്പം മുറുക്ക പിടിച്ചാൽ ഇത് ഊരിപ്പോരാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. ഇനിയുള്ളത് ഇത് മറ്റൊരു തരത്തിലുള്ള, ഇത് കഠാരമാണ്, മൊന കൂടുതലുണ്ട്. ഇതിൻ്റെ ഈ നടുക്കൂട് ഇത് ഇവിടെ കണ്ട ഒരു കട്ടിയുള്ള ഭാഗം ഇങ്ങനെ ഒരു ലൈൻ പോലെ പോയിരിക്കുന്നത്, ഇതിൻ്റെ പേര് പട്ട എന്നാണ്. പട്ട അടിക്കുക എന്ന് പറയും. ഈ പട്ടയാണ് ഇതിന് ബലം കൊടുക്കുന്നത്. അപ്പോൾ ഈ പട്ട വന്ന് ചേരുന്ന നോക്കി, ഇവിടെ ത്രികോണ ഷേപ്പിൽ കണ്ടോ, ഈ ത്രികോണ ഷേപ്പിൽ വരുന്ന ഇവിടെ നിന്നാണ് ഈ പട്ട ഇങ്ങനെ പോകുന്നത്. ഇതിലാണ് ഇതിൻ്റെ ബലം നിൽക്കുന്നത്. അല്ലാതെ ഈ കത്തി ഈ പട്ട ഇല്ലാതെ പണിതാൽ ഉണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ ഇത് സൈഡിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇവിടെ 2 വശത്തും മുനച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ മുന വന്നിരിക്കുന്നത് ഈ പട്ട കൊണ്ടാണ്. ആ പട്ടയിലാണ് കത്തിയുടെ ബലം ഇരിക്കുന്നത്. അല്ലാതെ ഇത് പ്ലെയിനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എവിടെയും കുത്തിയാൽ ഇത് വളയാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഈ സംഗതിയുടെ നാമ്പ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരും, കണ്ടോ, പിടിയുടെ ഇപ്പുറത്ത് വരും. എന്നിട്ടാണ് ചേരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടം വീതി കൂടുതലും ഇങ്ങോട്ട് വീതി കുറവുമാണ്. കാരണം കൈ ഇങ്ങനെ മുറുകണമെങ്കിൽ അത് വേണം. അതുപോലെ കൈയുടെ ഈ ഭാഗത്ത് നമുക്ക് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇവിടെ ചുറ്റു കാര്യങ്ങളൊക്കെ നാഗത്തടലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ കത്തി എടുത്തിട്ട് ഇതിൽ ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റുകൾ അത് നമുക്ക് വേണമെങ്കിൽ ഇടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സൈഡുകൾ കണ്ടോ, അതൊക്കെ വരയാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അത്രയും കൂടുന്നതാണ് ഒരായുധത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വാളെടുക്കുമ്പോഴും ഉണ്ട്. ഈ വാളിൻ്റെ പിടിയിൽ നടുഭാഗം ഉയർന്നാണ് ഇരിക്കുന്നത്. നോക്കുക, നടുഭാഗം ഉയർന്നിട്ട് 2 വശങ്ങളിലേക്ക് ചെറുതായിരിക്കുന്നത്. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ മുറുകും, ഒരിക്കലും പിടിയായില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വരുന്ന തകിട് നേരെ കിഴിച്ച് ഇതിനകത്തൂടെ കയറി ഈ ബാക്കിൽ കണ്ടോ ബോൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാൽ ഇത് അനങ്ങത്തില്ല. ഇനി ഇവിടെ ഒരുപാട് നേരം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടം വളഞ്ഞു തരാൻ വഴിയുണ്ട്, ഒടിയാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പട്ട ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിടി കിട്ടിയോ? അതൊരു ബലമാണ്, ഇതുമായിട്ടുള്ളൊരു ബലം കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കിഴിച്ചിട്ട് ഈ ഷേപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരികയും ആ ബലം ഇതിൽ നിൽക്കുകയും ചെയ്യും. 2 ആണികൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത് അനങ്ങില്ല. ഓക്കെ, പിന്നെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കൈയുടെ പ്രൊട്ടക്ഷൻ കണ്ടോ, നിൽക്കുന്ന ഭാഗം കണ്ടോ. അപ്പോൾ നമ്മുടെ കൈയുടെ പ്രധാനപ്പെട്ട ഈ മുട്ട് സാധനങ്ങളൊക്കെ ഇതിനകത്തിരിക്കും. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, അപകടം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വാളിൽ കൊണ്ടാൽ പോലും ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടം കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഇതിന് ഈ പറഞ്ഞ തടം നമ്മൾ കൊടുക്കുന്നത്. അതും ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് വേണം നിർത്താനായിട്ട്. ഇങ്ങനെ ആയിരിക്കണം വാള് പണിയേണ്ടത്. പിന്നെ ഇതിൻ്റെ നീളങ്ങളിൽ ചില പരിപാടികളുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പിടിച്ചാൽ എൻ്റെ ഹാർട്ട് സൈഡ് വരെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതാണ് വാളിൻ്റെ ശരിക്കുള്ള അകലം എന്ന് പറയുന്നത്. സെൻറ്ററിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് നമ്മുടെ ഹാർട്ടിൽ വന്ന് നിൽക്കും. കാരണം ഹാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കടലിൽ പ്രധാനമായതുകൊണ്ടാണ് പൊതുവിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ തന്നെ കാരണം. ക്ലിയർ ആയോ? അതേ സംഗതിയിൽ വാള് പിടിക്കുമ്പോൾ വാളുമായിട്ട് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഇപ്പോൾ പരിചയക്കായിട്ട് നിൽക്കുമ്പോൾ ഹാർട്ട് സൈഡിൽ ഇത് വെക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വാളുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു അറിവുണ്ടാവണം. ഇനി ഉറുമിയാകുന്ന സമയത്ത് ഇതുണ്ട്. ഇതിൽ ഇപ്പം നമുക്ക് സ്റ്റേജ് പരിപാടിക്കൊക്കെ പോകുമ്പോൾ മിക്കവാറൊക്കെ ഒടിയാൻ ചാൻസ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നട്ട് ബോൾട്ട് ഇട്ട് ഇങ്ങനെ മുറുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് മാറേണ്ടി വന്നാൽ മാറാൻ പറ്റും. പിന്നെ 2 ഇലകൾ ഇവിടെ കൊടുക്കാറുണ്ട്, ഇലകൾ. അപ്പോൾ ഉറുമി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതിൽ വന്ന് കൺട്രോളായിട്ട് ഇങ്ങോട്ട് പൊക്കോളും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് തട്ടിയിട്ട് തിരിച്ച് പൊക്കോളും. അപ്പോൾ ഉറുമി ഒടിയാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ഈ ഭാഗം വളരെ നന്നായിട്ട് ഇങ്ങനെ കറങ്ങുന്നതായിരിക്കണം. പിടി കിട്ടിയോ? നന്നായിട്ട് കറങ്ങുന്നതായിരിക്കണം. അപ്പോൾ ഒടിയാനുള്ള ചാൻസ് വീണ്ടും കുറയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെട്ടുറുമി എന്ന് പറയുന്ന സംഗതിയാണ്. ഇതിൽ
ഈ ഭാഗം, അതായത് ഇതിൻ്റെ ഈ ഭാഗം നോക്കി കൃത്യമായിട്ട് നമ്മളിങ്ങനെ കറങ്ങുന്നതായിരിക്കണം. പിടികിട്ടിയോ? ഇതിങ്ങനെ കറങ്ങുവാണെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ ഒരിക്കലും ഉറുമി അങ്ങനെ ഒടിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നോക്കുക, ഇവിടെയൊക്കെ കണ്ടോ ആ ഇല ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല ഇവിടെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത് കാസ്റ്റ് അയണിൻ്റെ ഒരു സംഗതി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് കയറ്റി മുറുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഒടിയില്ല. ഇത് കറങ്ങുന്നുള്ളതുകൊണ്ട് ഒടിയുമെന്ന് ഭയപ്പെടുക വേണ്ട. പിന്നെ ഉറുമിയിൽ ചെയ്യാത്തൊരു കാര്യമാണ് ഇത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് കുത്തണ്ടിയൊക്കെ വന്നാൽ ഈ ഒരു ഭാഗം ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം ഓർത്തോളാം, അഥവാ ഉറുമിയൊന്ന് ഒടിഞ്ഞു പോയാൽ ഈ സംഗതി നമ്മൾക്ക് ചൊട്ടച്ചാണിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനും കൂടെ കൂടിയിട്ടാണ് ഇവിടെ ഈ സംഗതി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആയുധത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, ആയുധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആയുധം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ആയുധത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സംഗതികളൊക്കെ എന്തൊക്കെയാണ് എന്ന് ആദ്യം പറഞ്ഞ് പഠിപ്പിച്ച് അതിൻ്റെ ക്വാളിറ്റീസൊക്കെ മനസ്സിലാക്കി ഉറപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ ആയുധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാവൂ. അതല്ലേ അതിൻ്റെ കറക്റ്റ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇതൊക്കെ രഹസ്യമാക്കി ഗുരുക്കന്മാർ വെക്കുന്നവയാണ്. ചിലർക്ക് അറിയില്ലാത്തവരുണ്ട്, അറിയാവുന്നവരുണ്ട്, പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മൾ പിടിച്ചു വെച്ചാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ആയോധനകലയോട്, പഠിക്കുന്ന ആയോധനകളോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമായിരിക്കും. നമുക്ക് കിട്ടിയതൊക്കെ നമ്മളെക്കാൾ കുറച്ചുകൂടി നന്നായി അടുത്ത തലമുറയ്ക്ക് പകരപ്പെട്ടിട്ട് എന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ ട്രഡീഷണലി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വിശദമായിട്ട് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിപ്പിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു 10, 20, 24 വർഷമൊക്കെ കളരി പഠിച്ചിട്ട് വടിപ്പയറ്റ് മാത്രം ചെയ്യുന്നവരുണ്ട്. വടിപ്പയറ്റ് വരെ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു 6 മെയ്പ്പയറ്റും അറിയായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞങ്ങളുണ്ട്. ഇന്ന് വരെ കളരി ഇടാൻ പറ്റാത്തവരുണ്ട്. 10, 30 വർഷം പഠിച്ചിട്ടൊക്കെ കളരി ഇടാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തുറന്ന ഒരു മനസ്സും പഠിപ്പിക്കാനുള്ള നല്ലൊരു രീതികളും പഠിക്കാനുള്ള നല്ല ശിഷ്യന്മാരെയും കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനൊരു കാലം വരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇതിലേതെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.